ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റവ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 280 ml കപ്പിൽ 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് ശർക്കര എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തതായി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 280 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല, ഏതായാലും എടുക്കാവുന്നതാണ്. അതേ അളവിൽ തന്നെ 1 കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ശർക്കരയാണ്. ആ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം. ഒരു അരിപ്പയിലൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ശർക്കര ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള ശർക്കരയും കൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവയെല്ലാം നന്നായിട്ട് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടെ ഇനി ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ. മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ കുഴികളിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുട്ടികളെല്ലാം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം.
ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അടുത്ത സ്റ്റെപ്പും കൂടി നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് ഉണ്ണിയപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ ഉണ്ണിയപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. വളരെ സിമ്പിളായിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ